ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ രാവിലെ തന്നെ കാശിമ മീനിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുകയാണ്. കിട്ടിയാൽ കൊള്ളാമെന്നുള്ള നോട്ടാണ് ഈ നോക്കണതൊക്കെ. പിന്നെ അവനെയും കൂട്ടിയിട്ട് ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോകേണ്ട കാര്യമുണ്ടേന്. അങ്ങനെ അവനെ ഡോക്ടറൊക്കെ കാട്ടി ഞങ്ങൾ അവനെ വീട്ടിലാക്കി കൊടുത്ത് തുമ്പിമോളെയും കൂട്ടിയിട്ടൊന്ന് സിനിമയ്ക്ക് ഇറങ്ങിയിട്ടോ. ഞാനും ആര്യമോളും അനിയനും ടാട്ടനും എല്ലാവരും ഉണ്ടേന്. തുമ്പിമോൾ പിന്നെ കാര്യമായിട്ട് സിനിമയ്ക്ക് വരുന്നത് പോപ്കോണും ഐസ്ക്രീമും ഒക്കെ കഴിക്കാനാണ്. അവൾ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരുന്ന് ഇൻ്റർവെൽ വരെ അവൾക്ക് പോപ്കോണും, അത് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഐസ്ക്രീമുമാണ്. അതൊക്കെ കഴിഞ്ഞ് അവൾ അച്ഛൻ്റെ മടിയിൽ കിടന്ന് നല്ല ഉറക്കമൊക്കെ ഉറങ്ങി. അച്ഛൻ കൂടെ ഉണ്ടായാൽ പിന്നെ അവൾക്ക് പിന്നെ കുറച്ച് കുളൂസ് കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കാശിമോനും കൂട്ടി വീട്ടിൻ്റെ അടുത്തുള്ള പുഴവക്കത്തേക്ക് വന്നിരിക്കാൻ വന്നതാണ് കേട്ടോ. തുമ്പിമോൾ നല്ല ഉറക്കം. സിനിമ കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങിയത് അതുവരെ എണീറ്റിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ, കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ. കാശിമോനാണെങ്കിലും കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. പിന്നെ അവിടേക്ക് ഞങ്ങൾ ആര്യമോൾ വന്നാൽ പിന്നെ ഞങ്ങൾ ഫ്രീ ആയി. ചെക്കനെ പിന്നെ ആര്യമോൾ നോക്കിക്കോളും. ഞാനും ടാട്ടനും ഫ്രീ ആകുമ്പോൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാറുണ്ട് കേട്ടോ. ഇത് കേൾക്കണവർ വിചാരിക്കും ഞാനെന്താ ഭർത്താവിനെ ടാട്ടാന്ന് വിളിക്കണേന്ന്. അത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അറിയാൻ താല്പര്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ പിന്നെ പറയാം കേട്ടോ അതെന്താണെന്ന്, ഞാൻ ടാട്ടാന്ന് വിളിക്കാനുള്ള കാരണം എന്ന്. അങ്ങനെ ടൂറിസ്റ്റുകാർ പോണതും വരുന്നതൊക്കെ ഒന്ന് കാണാൻ പറ്റി. അവിടെ ഇരുന്നിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അവിടെ ഇരുന്ന സമയം പോണത് അറിയില്ല. അങ്ങനെ സൂര്യാസ്തമയം വരെ ഞങ്ങളവിടെ ഇരുന്ന്. പിന്നെ കാശിമോനൊന്ന് വെറീസായപ്പോൾ പിന്നെ അവനെ എടുത്തൊന്ന് കുറച്ച് നേരം നടന്ന് കുറച്ച് നേരം കൂടി അവിടെ സമയം ചിലവഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. അവന് കുറുക്കൊക്കെ കൊടുക്കാനുള്ള സമയമായപ്പം പിന്നെ വീട്ടിലേക്ക് തിരിച്ചു.